ആളല്ല. നീ ഏതാ കൊച്ചേ? ഞാൻ ഈ കറി പൗഡർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ വന്ന ആളാ. സന്ധ്യ നേരത്താ? അപ്പൊ സന്ധ്യക്ക് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യക്കൊക്കെയാ കറി വെക്കുന്നത്. ആ തന്നെ നിന്നെ ഞാൻ എവിടെയൊന്നും കണ്ടിട്ടില്ല കൊച്ചു. നീ വേണുന്റെ മള്ളാടി? വേണുന്റെ മോളല്ല. തടിപ്പിലെടുത്ത ശശിയുടെ മള്ളാടി? ശശിയുടെ മോളല്ല. അപ്പം പിന്നെ നമ്മള് വാർവ ഷാപ്പ് നടത്തണം മുരളിയുടെ മോള്. അമ്മച്ചി ഈ ചുറ്റുവട്ടത്തുള്ള ആണുങ്ങളെ മാത്രം എടുത്ത് പെണ്ണുങ്ങളെ ആരും അറിയത്തില്ല. എന്നെ അറിഞ്ഞോത്തോണ്ട് അമ്മച്ചി ചോദിച്ചാണ് മോളെ. അമ്മയുടെ ഒരേ ഒരു മോൻ ദിലീപ്, ലേഖപുത്രൻ. ആ പുത്രൻ കല്യാണം കഴിച്ച് ഇറക്കിക്കൊണ്ട് വന്ന പെണ്ണാണ് ഈ ഞാൻ. ഞാൻ ഈ കാലെ പിടിക്കാം, ദിലീപ് ആ കാലെ പിടി. ഇനി ഇങ്ങനെ ഒരു അവസരം പറ്റില്ല. അനുഗ്രഹം പിടിച്ചോ. എന്റെ അമ്മ വീണ് നടക്കണം. മനസ്സിലാക്കടി അമ്മ. കൊച്ചുപ്പോ എന്താ പറഞ്ഞേ? അമ്മയുടെ ആ ആന്റെ ചാടാൻ നിൽക്കുന്ന ആ മോൻ ഇറക്കിക്കൊണ്ട് വന്ന പെണ്ണാണ് ഞാനെന്ന്. അച്ഛൻ 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 ബാബു അണ്ണാ. മാമ മരിച്ചുപോയി. അടിയണ്ണാ. ചിറ്റപ്പൻ നിങ്ങളാ പിള്ളേർ കാണിച്ചത് കണ്ട? എന്നെ പറ്റിച്ചിട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടൂടെ വന്നേക്കുന്നു. 10 പേര് കാണൊക്കെ സത്യം വെള്ളപ്പിക്കണ്ടക്കാരുള്ള ഞാൻ പറയണ മനസ്സിലാക്കമ്മ. ഒരു കല്യാണം കഴിച്ച ഇത്ര വലിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും അമ്മ. ഞാൻ അങ്ങോട്ട് വന്ന് അടിക്കും. കഷ്ടപ്പെട്ടാണ് ഒരെണ്ണത്തിന് തെറ്റാക്കി കൊണ്ടുവന്ന അമ്മ. അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി പോകാൻ വന്നോളുമല്ല. നീ എങ്ങനെ എന്റെ കൊച്ചിനെ വളച്ചെടുത്തത്? എങ്ങനെ വളച്ചെടുത്തത്? നീ അയ്യോ, നിങ്ങളുടെ പുന്നാര പുത്രനാണ് എന്നെ ആദ്യമായിട്ട് കണ്ണടച്ച് കാണിച്ചത്. എന്നിട്ട് പിന്നെ ഐ ലവ് യു പറഞ്ഞു കണ്ണടച്ച് കാണിച്ചാ നീ. അമ്മ അത് വേറൊന്നുമല്ല. ഇവക്കൊരു കടയുണ്ട്. ആ കടയിൽ ഒരു സോഡ നാരങ്ങ വെള്ളം മേടിക്കാൻ പോയായിരുന്നു. ആ സോഡ ഇങ്ങനെ പൊട്ടിച്ചപ്പോഴത്തേക്ക് കണ്ണിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണിറുക്കി. അങ്ങനെ കാണിച്ചതാണ് എന്റെ മോൻ. കണ്ണിറുക്കി കാണിച്ചതല്ല. അങ്ങനെ കണ്ണിറുക്കി കാണിച്ചാണോ? അപ്പൊ എന്നെ ഉപേക്ഷിക്കാനാണോ? തിരുമ്പി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല. എന്നെ പറ്റിക്കുന്നില്ലല്ലോ. നിക്കടി അവിടെ. മറ്റൊന്നിനു വേണ്ടിയും മാധവൻ രുക്മിണിയെ വിട്ടുകളയത്തില്ല. അത്രയ്ക്ക് ഇഷ്ടം നിന്നെ. ആരെയും മാധവൻ രുക്മിണി ചേക്കിലുള്ളതാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യം. നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? PSC ടെസ്റ്റ് എഴുതാൻ പോയ ഒരു ചെറുക്കണ്ട ഒരു പെണ്ണിനെ കൊണ്ടുകൂടെ വന്നിരിക്കുന്നത്. എവന്റെ കൂടെ PSC ടെസ്റ്റിന് പോയ മൻസൂർ ഇപ്പൊ മസ്തൂറായിട്ടിരിക്കുകയാണ്. താര ഇപ്പൊ കറക്കാറ്റിരിക്കുകയാണ്. സുലൈമാൻ ഇപ്പൊ ലൈനാറ്റിരിക്കുകയാണ്. എനിക്കും അയല്ല ലൈൻ താണ്ടായിക്കണേ. എന്റെ ലൈൻ അമ്മയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതാരും ചെയ്യാത്ത കാര്യമല്ല അല്ലേ ദിലീപ്? സ്വാഭാവികമാണ്. അമ്മയുടെ ഏക ഒരു പുത്രൻ സ്നേഹിച്ചു ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അവകാശമുണ്ട്. അമ്മയെ തുള്ളുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കവിതാക്കളും ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാനും ദിലീപും ചെയ്തുള്ളൂ. അതിന് ഇങ്ങനെ കിടന്ന് വിറക്കേണ്ട കാര്യമില്ല. 10 മാസം നൊന്ത് പ്രസവിച്ചൊരു അമ്മ ആ കുഞ്ഞു വലുതായി വന്ന് അത് പ്രായമായി വിദ്യാഭ്യാസം കൊടുത്ത് അവനൊരു ജോലി കിട്ടാറായപ്പോൾ അമ്മയെ പറ്റിച്ചോണ്ട് വന്ന് ഏതോ ഒരു പെണ്ണ് ഇത് ശരിയാണോ? ഇനി ദിലീപിന്റെ ഊഴം. 18 വയസ്സായ ഒരു പൗരന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. That's all your honor. അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ആയല്ലേടാ? നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. പണ്ട് അവനൊരു പെണ്ണിനെ പ്രേമിച്ചായിരുന്നു. അവന്റെ മാമന്റെ മോള്. അവളവനെ തേച്ചിട്ട് പോയി. അന്ന് എനിക്ക് നഷ്ടം 20,000 രൂപയാണ്. നിർത്തിക്കേ. ഇതിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നോ? ദിലീപിന് അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റി. എനിക്ക് 5 എണ്ണം. അതുപോയെ എനിക്ക് നഷ്ടപ്പെട്ടോ എനിക്കായിരുന്നു 10,000 രൂപ. എന്തിന്? ആ പെണ്ണ് പോയ സങ്കടം തീർക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. ഫാനിൽ കയറി തൂങ്ങി ലീഫ് ഒടിഞ്ഞു വീണ് ശരിയാക്കിയതിന് 1,500 രൂപ. അവൻ ചത്തില്ല. ദിലീപിന് അങ്ങനെയും ചെറിയൊരു അബദ്ധം പറ്റി. അത് കഴിഞ്ഞ് ഇവൻ ട്രെയിനിന്റെ മുമ്പ് ചാടി ചാവാൻ പൊട്ടിപ്പോയി. അവിടെ ചെന്നപ്പോ മഴ പനി വരോന്നും പറഞ്ഞ് തൊട്ടടുത്ത് കിടന്ന ട്രെയിനിൽ കയറി. അത് നേരെ കൊണ്ടുപോയി ഇറക്കിയത് വിശാഖപട്ടണത്തിൽ. അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരാനായി 10,000 രൂപ. അങ്ങനെ ഒരു കയ്യബദ്ധം ദിലീപിന് പറ്റി.